എടാ നീ അറിഞ്ഞില്ലേ, നിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പണ്ട് നാട് വിട്ടു പോയ ജഗ്ഗു. എവിടെ? അവന്റെ വീടിരിക്കണ പറമ്പില് നിക്കണുണ്ട്. എന്നാ പോവാ. എനിക്ക് വിസ ശരിയാക്കി തരാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. ഞാനങ്ങൂല, അവന്റെ കൊടുക്കത്ത തള്ളാന്ന്. ആളെ കൊച്ചാക്കിയുള്ള അവന്റെ ഒരു തരം വർത്താനം കേൾക്കുമ്പോ മോന്ത കുത്തി ഒരെണ്ണം കൊടുക്കാനാ തോന്നുന്നു. ഫോറിൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നാ ഞാനും വരാം. അവന് എത്ര ദിവസം ലീവ് ഉണ്ട്, എന്നാ തിരിച്ചു പോണേന്നൊക്കെ ചോദിച്ചു വട്ടാക്കാം. മലയാളികളുടെ അവകാശമാണല്ലോ അത്. നാട് വിട്ടു പോയെങ്കിലും നീ ഇപ്പൊ ഒരു നല്ല നിലയിൽ എത്തിയല്ലേ. നാട് വിട്ടു പോയതല്ല, ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടി മാറുന്നു. അതിനൊരു 6 മാസം മതിയായിരുന്നില്ല, ഇതിപ്പോ കാട് പിടിച്ച് നാശായല്ലേ. പറമ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലെങ്കിൽ AC ഇല്ലാത്ത കുഗ്രാമത്തിൽ എങ്ങനെ ജീവിക്കും? US ഞാൻ താമസിക്കുന്നിടത്തെ വിമാനം പറന്നു പോകണ കണ്ടോണ്ടാ ഞാൻ എണീക്കാറുള്ളത്. അപ്പൊ നീ ഗൾഫിൽ നിന്ന് US മാറിയോ? എവിടെയായാലും നമുക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. എനിക്ക് അറബിയൊന്നും അമേരിക്കക്കാരൊന്നുമില്ല, ഫ്രീഡമാണ് മുഖ്യം. വലിയ കാശുകാരനൊക്കെ ആയില്ലേ, നീ നാട്ടിലെവിടെയെങ്കിലും സെറ്റിൽ ആയിക്കൂടെ? പറയും പോലെ എന്നാ തിരിച്ചു പോവാം. എത്ര ദിവസം ലീവ് ഉണ്ട്? ഇതാണ് ഈ മലയാളീസ് കൺട്രീസ് ആണെന്ന് പറയുന്നത്. ഒരാൾ എബ്രോഡിൽ നിന്ന് ലാൻഡ് ചെയ്ത് അപ്പ ചോദിക്കും എത്ര ദിവസം ലീവ് ഉണ്ടെന്ന്. ആരെങ്കിലും കഷ്ടപ്പെട്ട് ഒരു നല്ല വീടുണ്ടാക്കിയ അതിന്റെ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞ് മനസ്സ് പഠിപ്പിക്കും. ഏതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെട്ടെന്ന് കണ്ട അവന്റെ പഴയ ചരിത്രവും കുത്തിപ്പൊക്കെ കൊണ്ടുവരും. ടോട്ടൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഷെയിം 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 ഷെയിം. ആ അതെ, ഭാസ്കരൻ മാഷ് വരുന്നുണ്ട്. നമ്മളെ രണ്ടിനെയും പണ്ട് AC ഇല്ലാതെ എനിക്ക് നിക്കാൻ പറ്റില്ല. ഫ്ലൈറ്റിന് സമയമായി. അത് നമ്മുടെ ജഗ്ഗു അല്ലേടാ? അത് അവൻ മാഷിനെ കണ്ടോടിയതാണോ എന്നൊരു സംശയം. എന്തിന്? അവനിപ്പോ വലിയ നിലയിലല്ലേ. അതെ മാഷേ, അത് നമ്മുടെ ജഗ്ഗുവാ. ശരിയാ, അവനെ 5ാം നിലയില, 500 സ്ക്വയർ ഫീറ്റ് കാണും. ഗൾഫിലായിരുന്നാ ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ US പറഞ്ഞത്. രണ്ടും ശരിയാ, രണ്ടും ഹോട്ടലിന്റെ പേരാ. അവനവിടെ പ്ലേറ്റ് ഇടണ പണിയാ. അവൻ താമസിക്കുന്നിടത്ത് നിന്ന് ആ വിമാനം പറന്നു പോണത് കാണാന്ന് പറഞ്ഞു. അതും സത്യ. നെടുമ്പാശ്ശേരി അടുത്താണ് US ഹോട്ടൽ AC. ഈയിടെ മരുമോനെ എയർപോർട്ട് വിടാൻ പോയപ്പോ ഞാനവിടെ കേറിയായിരുന്നു. വെറുതെ അല്ല അവന് AC ഇല്ലാണ്ട് പറ്റാത്തത്.